ഹലോ ഗൈസ്. അപ്പം എങ്ങനെ നമുക്കിന്ന് വീട്ടിലൊരു പരിപാടി ഉണ്ട്. അപ്പം നമ്മൾ ഗൈസ് ചോറുണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് ചോർക്ക് നമ്മൾ ചോറ് നൈസ് ബിരിയാണി മന്തി ഒക്കെയാണ്. അപ്പം മന്തിക്കുള്ള മസാലയൊക്കെ ഇതാക്കി നമ്മൾ അവിടെ വെച്ച്, പിന്നെ ബിരിയാണിക്കുള്ള ഉള്ളി പച്ചമുളകൊക്കെ വഴറ്റാണ് ഗൈസ്. പിന്നെ തക്കാളി ഇട്ട് അങ്ങനെ എല്ലാതും കൂടി ഇളക്കി കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ മറ്റേ നമ്മൾ ഗ്യാസ് മേലല്ല ഇട്ട് വെക്കണം, വേറൊരു ഗ്യാസ് ഉണ്ടല്ലോ നമ്മളെ ഈ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഗ്യാസ്, അതിന്മേലാണ് നമ്മൾ വെച്ച്. പിന്നെ നമ്മൾ മസാല ഇതാക്കാൻ വെച്ച്. പിന്നെ അവിടെ അപ്പുറത്ത് നമ്മൾ മന്തി റെഡി ആവുന്നുണ്ട് കേട്ടോ. മന്തി അങ്ങനെ റെഡിയായി, മന്തിൻ്റെ അരിയാണ് അയച്ചത്. പിന്നെ നമ്മൾ മീൻ ചൂടുണ്ട് കേട്ടോ ഐസ്, മീൻ ചൂടുണ്ട്. പിന്നെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ട്, പിന്നെ മല്ലിച്ചപ്പ് ഒക്കെ ഇട്ട്, പിന്നെ നമ്മൾ വീണ്ടും അത് ഇളക്കി കൊടുക്കുക കേട്ടോ ഐസ്. പിന്നെ നമ്മൾ തൈരൊക്കെ ഒഴിച്ച് അങ്ങനെ നമുക്ക് അതിന് വേണ്ട മസാലയും തൈരും പച്ചമുളകും അതിന് വെജിറ്റബിൾസൊക്കെ നമ്മൾ ഇപ്പോൾ ബിരിയാണിക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ ഐസ്. പിന്നെ നമ്മൾ അത് വീണ്ടും ഇളക്കി കൊടുത്ത്. അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ നിന്നൊരു സൽക്കാരം പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള ബിരിയാണിയാണ്. പിന്നെ അപ്പുറത്ത് നമ്മളെ മന്തി റെഡി ആവുന്നുണ്ട്. പിന്നെ മീൻ അപ്പുറത്ത് കേൾക്കുന്നുണ്ട് കേട്ടോ ഐസ്. ഇന്ന് മീൻ ചുട്ടതും ഉണ്ട്. അപ്പോൾ ആവശ്യം ഒക്കെ മീൻ ചുടുന്ന നോക്കുന്നത്. മീനല്ല ഗൈസ്, ഇത് ചിക്കൻ പൊരിച്ചതുമാണ്. ചിക്കൻ പൊരിച്ച മാതിരി ബിരിയാണിക്ക് ഇടാനുള്ളത് തോന്നുന്നത് ഗൈസ്. അങ്ങനെ അവിടെ ബിരിയാണിക്കുള്ള അരി നമ്മൾ അയക്കിട്ട് അത് അയക്ക് ഉള്ള അരിയൊക്കെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. അപ്പം പിന്നെ അവിടെ ആ ചിക്കൻ പൊരിക്കുന്നുണ്ട്. പിന്നെ ഗൈസ് നമുക്ക് നമ്മൾ ചിക്കൻ പൊരിക്കട്ടോ ഗൈസ്. നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സാധനത്തിൽ വെച്ച് കണ്ടോ ഗൈസ് നമ്മൾ ഇതാവിടെ. അപ്പം നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച് ഗൈസ്. അങ്ങനെ ചിക്കനൊക്കെ കുറച്ച് പൊരിച്ച്. പിന്നെ ഉള്ളത് നമ്മളിത് എനിക്ക് തോന്നുന്ന ബിരിയാണിക്കുള്ളതാണിത്. നമ്മൾ ബിരിയാണിത്തെ ചോറ് വേറൊരു ഇടാം കേട്ടോ, നമുക്ക് ദമ്മിടാൻ വേണ്ടി ചോറ്. പിന്നെ അപ്പോൾ ഗൈസ് നമ്മൾ ദമ്മിടാൻ പോവാണ്. ബിരിയാണിയൊക്കെ ഇവിടെ റെഡിയായി ഗൈസ്. നമ്മൾ ഇനി ദമ്മിടാൻ പോവാം. അപ്പം അങ്ങനെ ദമ്മൊക്കെ ഇടാൻ ചിക്കനൊക്കെ മേലെ വെച്ച് അങ്ങനെ കേട്ടോ. അപ്പോൾ അവിടെ അപ്പുറത്ത് മന്തി റെഡി ആവുന്നുണ്ട്. ഇനി മീൻ നമുക്കൊന്ന് നോക്കാം. പക്ഷേ ഇതാണ് നമ്മളെ മീൻ. എല്ലാ മീനും തൊള്ളു തുറന്ന് നിൽക്കണമല്ലോ. ഗോൾഡൻ വാലൊക്കെ ആണല്ലോ. അങ്ങനെ നമുക്ക് ഇതെന്താ മീനിക്കുള്ള മീനിക്കല്ല, ഇത് പാസ്ത ഉണ്ട് കേട്ടോ. പാസ്തയ്ക്കുള്ള ഇതാണ്. പിന്നെ ഇവിടെ നമ്മളെ പാസ്തക്കുള്ളത് റെഡി ആവുന്നുണ്ട്. അങ്ങനെ പാസ്തയ്ക്കുള്ള വെജിറ്റബിൾസൊക്കെ നമ്മളിവിടെ റെഡി ആക്കിട്ടോ. നമ്മളതൊന്ന് ചട്ടിയിലിട്ടൊന്ന് ഇതാക്കാൻ വേണ്ടി പിന്നെ പാസ്ത ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ.